DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2025 ജനുവരി മാസത്തിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ അറിയേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, എല്ലാ മാസത്തിൻ്റെയും തുടക്കത്തിലാണ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഗ്യാസ് സിലിണ്ടറിൻ്റെ വില പുതുക്കി നിശ്ചയിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി 2025 പുതുവത്സര ദിനത്തിൽ LPG പാചകവാതക വാണിജ്യ സിലിണ്ടറിന് 15 രൂപ പൊതുമേഖലാ എണ്ണ കമ്പനികൾ കുറച്ചിട്ടുണ്ട്. ഹോട്ടലുകളിലും ഹോസ്റ്റലുകളിലും മറ്റുമാണ് വാണിജ്യ സിലിണ്ടറുകൾ പ്രധാനമായും ഉപയോഗിക്കുന്നത്. വില കുറച്ചതോടെ ജനുവരി 1 മുതൽ 19 കിലോഗ്രാം വാണിജ്യ സിലിണ്ടറിന് കൊച്ചിയിൽ വില 1812 രൂപയായി കഴിഞ്ഞു. കഴിഞ്ഞ 5 മാസത്തിന് ശേഷമാണ് വാണിജ്യ സിലിണ്ടർ വിലയിൽ കുറവ് വരുന്നത്. അതേസമയം വീടുകളിൽ പാചകത്തിന് ഉപയോഗിക്കുന്ന ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. കഴിഞ്ഞ 10 മാസമായി ഗാർഹിക സിലിണ്ടർ വിലയിൽ എണ്ണ കമ്പനികൾ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. വീട്ടാവശ്യത്തിനുള്ള 14.2 കിലോഗ്രാം സിലിണ്ടറിന് കൊച്ചിയിൽ 810 രൂപയാണ് വില. പാചകവാതക സിലിണ്ടർ വിലയിൽ വലിയ മാറ്റങ്ങൾ വരാത്ത വർഷമാണ് കടന്നുപോയത്. കഴിഞ്ഞ വർഷത്തിന്റെ തുടക്കത്തിൽ 910 രൂപയായിരുന്ന ഗാർഹിക സിലിണ്ടർ വില മാർച്ച് 9-ന് 100 രൂപ കുറച്ച് 810 രൂപ ആക്കിയ ശേഷം വിലയിൽ പിന്നീട് മാറ്റം വരുത്തിയിട്ടില്ല. രണ്ടാമത്തെ അറിയിപ്പ്, ഗ്യാസ് കണക്ഷന്റെ EKYC അപ്ഡേഷൻ മസ്റ്ററിങ്ങിനെ കുറിച്ചാണ്. അനുവദിക്കപ്പെട്ട ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നത് യഥാർത്ഥ ഗുണഭോക്താക്കൾ തന്നെയാണ് എന്നുറപ്പാക്കുന്നതിനായാണ് പെട്രോളിയം കമ്പനികൾ ഗ്യാസ് കണക്ഷൻ EKYC മസ്റ്ററിംഗ് ഇപ്പോൾ കുറച്ചു മാസങ്ങളായി സംസ്ഥാനത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗ്യാസ് കണക്ഷൻ എടുത്ത വ്യക്തിയുടെ ആധാറുമായി ഗ്യാസ് കണക്ഷൻ ബന്ധിപ്പിക്കുന്ന പ്രക്രിയയാണിത്. പാചകവാതക ബുക്കിംഗുമായി ബന്ധപ്പെട്ട ദുരുപയോഗം തടയാനും മരിച്ചുപോയവരുടെയും മറ്റും പേരിലുള്ള വ്യാജ കണക്ഷൻ ഉപയോഗം കണ്ടെത്തുന്നതിനുമാണ് മസ്റ്ററിംഗ് നിർബന്ധമാക്കിയിരിക്കുന്നത്. പ്രധാനമായും 3 രീതിയിലാണ് സംസ്ഥാനത്ത് ഗ്യാസ് കണക്ഷൻ മസ്റ്ററിംഗ് നടന്നുവരുന്നത്. ഭൂരിഭാഗം പേരും ഗ്യാസ് ഏജൻസികളിൽ നേരിട്ടെത്തിയാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത്. ഗ്യാസ് കണക്ഷൻ ആരുടെ പേരിലാണോ ആ വ്യക്തി ഗ്യാസ് കണക്ഷൻ ബുക്കും ആധാർ കാർഡുമായി ഗ്യാസ് ഏജൻസി ഓഫീസിലെത്തി അവിടെ സജ്ജീകരിച്ചിരിക്കുന്ന ബയോമെട്രിക് ഉപകരണത്തിൽ കൈവിരൽ അമർത്തിയോ ഐറിസ് സ്കാൻ ചെയ്തോ മസ്റ്ററിംഗ് പൂർത്തിയാക്കാം. മസ്റ്ററിംഗിന് യാതൊരു വിധത്തിലുള്ള ഫീസും ഈടാക്കുന്നതല്ല. മസ്റ്ററിംഗ് പൂർത്തിയായാൽ മൊബൈൽ ഫോണിലേക്ക് ഇത് സംബന്ധിച്ച സന്ദേശം ലഭിക്കും. HP, ഭാരത്, ഇന്ത്യൻ എന്നിവയുടെ ഗ്യാസ് ഏജൻസികൾ വിവിധ മേഖലകളിൽ ഇടയ്ക്ക് മസ്റ്ററിംഗ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഗ്യാസ് ഏജൻസികളിൽ പോകാതെയും ക്യാമ്പുകളിൽ പോകാതെയും വീടുകളിലിരുന്ന് സ്വന്തമായി സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചും ഗ്യാസ് മസ്റ്ററിംഗ് ചെയ്യുവാൻ കഴിയും. അതിനായി നിങ്ങൾ ഉപയോഗിക്കുന്ന ഗ്യാസ് കണക്ഷൻ കമ്പനിയുടെ ആപ്പ് ആദ്യം ഡൗൺലോഡ് ചെയ്യണം. ഇന്ത്യൻ ഗ്യാസ് ആണെങ്കിൽ ഇന്ത്യൻ ഓയിൽ 1 എന്ന ആപ്പും, HP ഗ്യാസിൻ്റെതാണെങ്കിൽ HP പേ എന്ന ആപ്പും, ഭാരത് ഗ്യാസ് ആണെങ്കിൽ ഹെലോ BPCL ആപ്പും മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യണം. ഗ്യാസ് കമ്പനികളുടെ ആപ്പിന് പുറമെ ആധാർ ഫേസ് RD ആപ്പും ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. ഇത് ഫേസ് ഒതന്റിഫിക്കേഷന് വേണ്ടിയാണ്. 1800-23-3555 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാലും മസ്റ്ററിംഗിനായുള്ള സഹായങ്ങൾ ലഭ്യമാകും. ഗ്യാസ് കണക്ഷൻ EKYC മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒന്നും സർക്കാർ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ എപ്പോൾ വേണമെങ്കിലും സർക്കാർ ഒരു പൂർത്തിയാക്കൽ തീയതി പ്രഖ്യാപിച്ചേക്കാം. പിന്നീട് ആ തീയതിക്കുള്ളിൽ പൂർത്തിയാക്കിയില്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യാൻ തടസ്സം നേരിട്ടേക്കാം. നേരത്തെ മുൻഗണനാ റേഷൻ കാർഡ് അംഗങ്ങളുടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിന് 2024 ഡിസംബർ 31 വരെയാണ് സംസ്ഥാനത്ത് സമയം അനുവദിച്ചിരുന്നത്. അടുത്തറിയിപ്പ്, പാചകവാതക സിലിണ്ടറുകൾ വീടുകളിൽ വിതരണം ചെയ്യുമ്പോൾ അമിത ഡെലിവറി ചാർജ് ഈടാക്കുന്നതായി പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. ഇത്തരത്തിൽ അമിത നിരക്ക് ഈടാക്കുന്ന ഏജൻസികൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഏജൻസികൾ സിലിണ്ടർ ഉപഭോക്താവിന്റെ വീട്ടിലെത്തിച്ച് നൽകുന്നതിന് ഗ്യാസ് ഏജൻസികളുടെ ഓഫീസ് മുതൽ 5 കിലോമീറ്റർ വരെ സൗജന്യമാണ്. ബിൽ തുകയിൽ കൂടിയ തുക സർവീസ് ചാർജായി ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കുവാൻ പാടില്ല. 5 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെ 20 രൂപയും 10 മുതൽ 15 കിലോമീറ്റർ വരെ 35 രൂപയും 15 മുതൽ 20 കിലോമീറ്റർ വരെ 45 രൂപയും 20 കിലോമീറ്ററിന് മുകളിൽ 60 രൂപയുമാണ് ഡെലിവറി ചാർജ്. ഇങ്ങനെയുള്ള തുകകൾ ബില്ലിൽ രേഖപ്പെടുത്തി വേണം ഉപഭോക്താവിന് ബില്ല് നൽകുവാൻ. ബില്ലിലില്ലാത്ത ഒരു തുകയും ഉപഭോക്താവിന്റെ കയ്യിൽ നിന്നും വാങ്ങുവാൻ പാടില്ല. കൂടുതൽ തുക ഈടാക്കുകയാണെങ്കിൽ ഏജൻസികൾക്കെതിരെ ഉപഭോക്താക്കൾക്ക് പരാതി നൽകാം. അടുത്തറിയിപ്പ്, നിലവിൽ ഉജ്ജ്വൽ യോജന പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് 300 രൂപയാണ് സബ്സിഡിയായി ലഭിക്കുന്നത്. വർഷത്തിൽ 12 ഗ്യാസ് സിലിണ്ടറുകൾക്കാണ് സബ്സിഡി ലഭിക്കുന്നത്. ഉജ്ജ്വൽ യോജനയിലുള്ളവർക്ക് പുറമെ മറ്റ് വിഭാഗക്കാർക്കും സബ്സിഡി 2025 അനുവദിക്കുമോ എന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്നും ഇതുവരെ അറിയിപ്പെത്തിയിട്ടില്ല. 2025 ഉജ്ജ്വൽ യോജന ഗുണഭോക്താക്കൾക്ക് മാത്രം സബ്സിഡി ലഭിക്കുവാനാണ് സാധ്യത. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.